കണ്ണൂർ പയ്യന്നൂരിൽ തീപിടുത്തം. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോയൽ സിറ്റി കോംപ്ലക്സിലെ ലാലാ മോളിലാണ് തീപിടിച്ചത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, എപ്പോൾ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്? നിലവിൽ തീ നിയന്ത്രണ വിധേയമാണോ? അന്നത്തെ രാത്രി 9:30യോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പയ്യന്നൂരിലെ അഗ്നിശമന സേനാ വിഭാഗം അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ ലാല കിഡ്സ് ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനമാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഫുഡ്വെയർ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതിനടുത്തുള്ള ഒരു ഫാൻസി കടയ്ക്കും തീ പിടിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അഗ്നിശമന സേനാ വിഭാഗം തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ ആക്രമണം നേരിട്ട ഇറാൻ നാവികസേന കപ്പൽ ഐറിസ് ദേനയിൽ തെരച്ചിൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തന നടപടികൾ തുടരുന്നതായി ഇന്ത്യൻ നാവികസേന. അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തു എന്നും ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, വ്യോമസേനയുടെ നാവികസേനയുടെ ഈ പ്രസ്താവന എന്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്? അമൃത, ഈ ഇറാൻ നാവികസേനയുടെ കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതിനു ശേഷം വലിയ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇന്ത്യയുടെ ക്ഷണപ്രകാരം എത്തിയ ഒരു ഇറാനിയൻ കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യ യാതൊരു നടപടി നടത്തിയില്ല എന്നൊരു വിമർശനമായിരുന്നു ഉന്നയിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഇതിൽ ഒരു പ്രസ്താവന ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഇന്നലെ പുലർച്ചെയാണ് ഇറാനിയൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായ വിവരം ലഭിച്ചത്. വിവരം ലഭിച്ച ഉടൻ തന്നെ സമുദ്ര നിരീക്ഷണ ഹെലികോപ്റ്ററുകളടക്കം ഈ മേഖലയിലേക്ക് വിന്യസിച്ചു. തൊട്ടു പിന്നാലെ തന്നെ INS തരങ്കിണിയെയും രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചു. പക്ഷേ ഇന്ത്യൻ നാവികസേന അവിടേക്ക് എത്തുമ്പോൾ തന്നെ ശ്രീലങ്കൻ നാവികസേന രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കായി നിലവിൽ ഇപ്പോഴും ഈ ഏർപ്പെടുത്തിയ കപ്പലുകൾ അവിടെ തന്നെ തുടരുകയാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ശ്രീലങ്കയുമായി ചേർന്ന് ഒരു ഏകോപനം നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടിയാണ് നാവികസേന വിശദീകരിച്ചിരിക്കുന്നത്. അമൃത, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ CBSE പരീക്ഷകൾ മാറ്റി. 11-ാം തീയതി വരെയുള്ള 10ാം ക്ലാസ് പരീക്ഷയും ശനിയാഴ്ച നടത്താനിരുന്ന 12ാം ക്ലാസ് പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, മാറ്റിവെച്ച തീയതി അത് എപ്പോഴത്തേക്കായിരിക്കും? നമുക്ക് ശനിയാഴ്ച യോഗം ചേർന്ന് തുടർ തീയതികളും അതുപോലെ തന്നെ തുടർ തീരുമാനം എടുക്കുമെന്ന് മാത്രമാണ് CBSE ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലടക്കം ഈ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് CBSEയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷയും അതുപോലെ തന്നെ 11-ാം തീയതിയുള്ള 12ാം ക്ലാസ് പരീക്ഷയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ 11-ാം തീയതി വരെയുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച നടക്കാനിരിക്കുന്ന 12ാം ക്ലാസിന്റെ പരീക്ഷയാണ് മാറ്റിയിരിക്കുന്നത്. പുതിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും എന്ന് മാത്രമാണ് CBSE ഈ ഘട്ടത്തിൽ പറയുന്നത്. ശനിയാഴ്ച ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മന്ത്രി GR അനിലിനെയും ചിറയൻകീഴിൽ മനോജ് B ഇടമനയെയും സ്ഥാനാർത്ഥികളാക്കാൻ CPI മണ്ഡലം കമ്മിറ്റികളുടെ നിർദ്ദേശം ജില്ലാ കൌൺസിലിന് സമർപ്പിക്കും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമൃത, CPIയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം മണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് നിർദ്ദേശങ്ങൾ ജില്ലാ കൌൺസിലിന് നൽകുകയും ജില്ലാ കൌൺസിൽ അത് ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയുമാണ് CPIയുടെ സംഘടനാ രീതി. ഇതനുസരിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് രണ്ട് മണ്ഡലം കമ്മിറ്റികൾ ചേർന്നു. നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി ചേർന്ന് ശുപാർശ ചെയ്തിരിക്കുന്ന പേര് സിറ്റിംഗ് മന്ത്രി GR അനിലിന്റെ തന്നെയാണ്. GR അനിൽ തന്നെ നെടുമങ്ങാട് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു സീറ്റ് ചിറയൻകീഴാണ് CPIക്ക് തിരുവനന്തപുരത്തുള്ളത്. ചിറയൻകീഴ് മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്ന പേര് സംസ്ഥാന കൌൺസിൽ അംഗം മനോജ് B ഇടമനയുടേതാണ്. മനോജ് B ഇടമന തന്നെ സംവരണ സീറ്റിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നാളെ ജില്ലാ കൌൺസിലുകൾക്ക് ഈ ശുപാർശകൾ സമർപ്പിക്കും. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്നതോടെ 8-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIയുടെ തീരുമാനം. ശരി ശ്രീജിത്ത്. കൊല്ലത്ത് നാളെ KSU വിദ്യാഭ്യാസ ബന്ദ്. ജില്ലയിലെ സ്കൂളുകൾ ഒഴികെ മുഴുവൻ കോളേജ് ക്യാമ്പസുകളിലും ബന്ദ്. കൊട്ടാരക്കര SG കോളേജിൽ ഇന്ന് SFI KSU സംഘർഷമുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, വിവരങ്ങൾ. അമൃത, കൊല്ലത്ത് നാളെ KSU ആണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകൾ ഒഴികെയുള്ള സ്കൂളുകളിൽ SLC +2 പരീക്ഷകൾ പരിഗണിച്ച സ്കൂളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളേജ് ക്യാമ്പസുകളിലുമാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും കൊട്ടാരക്കര SG കോളേജിൽ ഇന്ന് SFI KSU സംഘർഷം ഉണ്ടായിരുന്നു. അതിൽ KSU നേതാവിന് പരിക്കേറ്റു എന്ന് KSU ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SFI DYSP പ്രവർത്തകർ കൂടുതൽ KSU പ്രവർത്തകരെ ആക്രമിച്ചു. അതിനാലാണ് ബന്ദ് പ്രഖ്യാപിക്കുന്നത് എന്നതാണ് KSUവിന്റെ ഒരു വിശദീകരണമായി വരുന്നത്. അതുപോലെ തന്നെ KSU പ്രവർത്തകർക്ക് നേരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു എന്നടക്കമുള്ള ആരോപണങ്ങളും ഇപ്പോൾ KSU ഉന്നയിക്കുന്നുണ്ട്.
അതിന്റെ ഭാഗമായാണ് നാളെ ജില്ലയിലെ എല്ലാ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പും മുടക്കും എന്നുള്ളതാണ് KSU അറിയിക്കുന്നത്. പി കെ ശശിയെ പുറത്താക്കിയതിൽ CPIM-ന്റെ ആഹ്ലാദ പ്രകടനം. പാലക്കാട് കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഷാരിഖ് നവാസ് വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ഷാരിഖ്, ഈ വിമത കൺവെൻഷന് പിന്നാലെയാണ് ഇപ്പോൾ പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അമൃത, തീർച്ചയായും വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്തും CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചതിനു ശേഷമാണ് പി കെ ശശിയെ CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷമാണ് മണ്ണാർക്കാട് നഗരത്തിൽ വൈകിട്ടോടുകൂടി CPM കുമരംപത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം നടന്നത്. മധുരം വിതരണം ചെയ്തും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത്. ഇവിടെ അതിൽ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് പറഞ്ഞു, പാർട്ടിക്കൊപ്പം നിന്നാൽ മാത്രമാണ് പി കെ ശശി, ഇല്ലെങ്കിൽ വെറും ശശിയാണെന്നുള്ള വിമർശനം ഉന്നയിച്ചു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം ഒരു പീഡനവീരനെ കൂടി UDF-ന് കിട്ടിയുമെന്നുൾപ്പെടെയുള്ള വിമർശനവും അതുപോലെ തന്നെ പരിഹാസവും ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനം മണ്ണാർക്കാട്ട് നടന്നത്. ഇന്ന് അതിരൂക്ഷമായാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വത്തെ പി കെ ശശി വിമത കൺവെൻഷനിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അതേപോലെ തന്നെ DYFI അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും അതിരൂക്ഷമായി വിമർശനങ്ങളും ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു. DYFI യൂത്ത് സെന്ററിന്റെ ഓഫീസ് കഞ്ചാവിന്റെയും കള്ളിന്റെയും കേന്ദ്രമാണെന്നും ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് പി കെ ശശി വിമത കൺവെൻഷനിൽ ഉന്നയിച്ചത്. ഇത്തരത്തിൽ വലിയ പ്രകോപനമാണ് CPM നേതൃത്വത്തിനും പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർക്കിടയിലും ശശിയുടെ പ്രസംഗത്തിൽ നിന്ന് ശേഷം ഉണ്ടായത്. അപ്പോൾ അവർ ഇപ്പോൾ പലരും DYFI-ന്റെ പാലക്കാട് ജില്ലയിലെ നേതാക്കളും അതുപോലെ തന്നെ SFI-ന്റെ മുൻ നേതാവ് PM മാർഷ ഉൾപ്പെടെയുള്ളവർ പരിഹാസങ്ങൾ ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എടച്ചേരിയിൽ ബൈക്ക് യാത്രികരെ തട്ടിക്കൊണ്ടുപോയി ലക്ഷങ്ങൾ കവർന്ന കേസിൽ 2 പ്രതികൾ പിടിയിൽ. BJP പ്രവർത്തകനും തലശ്ശേരി കണ്ടവം സ്വദേശിയുമായ തൈക്കണ്ടിയിൽ നിഖിൽ, പാനൂർ കൊട്ടയോടി പത്തായക്കുന്ന് സ്വദേശി രാഹുൽ രാജീവൻ എന്നിവരെയാണ് എടച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വർഷ ഗിരീഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വർഷ, എവിടെ നിന്നാണ് പ്രതികളെ പിടികൂടിയത്? വർഷ, എപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രതികൾ പിടിയിലായത്? അമൃത, കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. ജനുവരി 19-നായിരുന്നു ഈ ഒരു കേസിനാസ്പദമായ സംഭവം. വടകര നടുക്കത്താഴെ സ്വദേശി ഇബ്രാഹിമിനാണ് 9 ലക്ഷം രൂപ നഷ്ടമായിരുന്നത്. തലശ്ശേരി സ്വദേശിക്ക് നൽകാനുള്ള പണവുമായി ബൈക്കിൽ പോകുന്നതിനിടെ കാറിലെത്തിയ സംഘം ഇബ്രാഹിമിനെ കാറിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ച് അവശനാക്കി പണം തട്ടിയെടുക്കുകയുമായിരുന്നു. ശേഷം ഇദ്ദേഹത്തെ റോഡിൽ ഉപേക്ഷിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. BJP പ്രവർത്തകനും തലശ്ശേരി കണ്ണവം സ്വദേശിയുമായ തൈക്കണ്ടിയിൽ നിഖിൽ, പാനൂർ സ്വദേശി. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. 2020 ലോകകപ്പിൽ മിന്നും ജയത്തോടെ ഇന്ത്യ ഫൈനലിൽ. ത്രില്ലർ പോരിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിൽ, ആവേശകരമായ ഒരു മത്സരത്തിനാണ് വാങ്കഡെ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അപ്പോഴും അവസാന നിമിഷത്തിലൊരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു. തീർച്ചയായും ഒരു ആവേശ പോരാട്ടം, ത്രില്ലർ പോരാട്ടം. അതിലാണ് ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യ തുടർച്ചയായ രണ്ടാം 2020 ലോകകപ്പിലും ഫൈനലിലേക്ക് മുന്നേറിയത്. ഒരുപക്ഷെ ഇന്ത്യ അനായാസം ജയിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വമ്പൻ പോരാട്ടം, ഒരുപക്ഷെ ഒരു ഹിസ്റ്റോറിക്കൽ ചേസ് തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ നിർണായക ഘട്ടങ്ങളിൽ ചില വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ 18-ാം ഓവറിലെ തകർപ്പൻ പ്രകടനം, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് ഒരു ജയം സമ്മാനിച്ചത്. 254 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 7 വിക്കറ്റിന് 246 അവസാനിച്ചു. അവരെ സഹായിച്ചത് ജേക്കബ് ബെത്തലിന്റെ ഒറ്റയാൾ പോരാട്ടമാണ്. 48 പന്തിൽ 105 റൺസ് എടുത്ത ജേക്കബ് ബെത്തൽ അവസാനം വരെ പോരാടിയെങ്കിലും ഒടുവിൽ അവസാന ഓവറിൽ റൺഔട്ട് ആയതോടുകൂടിയാണ് കീഴടങ്ങൽ ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടം തന്നെയാണ് ഇന്ത്യക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. ഒരുപക്ഷെ അനായാസമായി ജയിക്കുമെന്ന് കരുതിയ കളി, അതും 253 എന്ന കൂറ്റൻ 254 എന്ന കൂറ്റൻ വിജയലക്ഷ്യം കുറിച്ചതോടുകൂടി ഇന്ത്യ വമ്പൻ ജയം തന്നെയാണ്
തന്നെയാണ് വാങ്കഡയിൽ മൂച്ചത്. പക്ഷേ അതുണ്ടായില്ല. അതിനപ്പുറം ഇംഗ്ലണ്ടിന്റെ വലിയ പോരാട്ടത്തോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ഒരുപക്ഷെ ഇന്ത്യ ഈ മത്സരം തോൽക്കേക്കാം എന്നുള്ള ആശങ്കയുടേതായിരുന്നു അവസാന നിമിഷം വരെ. പക്ഷേ ജസ്പ്രീത് ബുംറ എന്തുകൊണ്ട് ലോകത്തെ നമ്പർ 1 ബൗളർ എന്ന്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബൗളർ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ ഉത്തരമായിരുന്നു നമ്മൾ ആ 18ാം ഓവറിൽ കണ്ടത്. ഒരുപക്ഷെ ഇംഗ്ലണ്ട് അനായാസം ജയത്തിലേക്കൊക്കെ തന്നെ നീങ്ങുന്ന ആ ഘട്ടത്തിൽ ജസ്പ്രീത് ബുംറ 18ാം ഓവറിൽ വെറും വിട്ടുകൊടുത്തത് വെറും 6 റൺസാണ്. അതിലോടുകൂടിയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. തൊട്ടടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും മികച്ചതായിരുന്നു. ഒടുവിൽ ഈ അവസാന ഓവറിൽ 20-ലധികം റൺസ് വിട്ടുകൊടുത്തിട്ട് പോലും, ശിവൻ ദുബെ വിട്ടുകൊടുത്തിട്ട് പോലും ഇന്ത്യ അങ്ങനെ ജയത്തിലേക്ക് നടന്നു കയറുകയാണ്. അതോടുകൂടി ഇന്ത്യ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കിവീസിനെ നേരിടാൻ യോഗ്യത നേടുകയും ചെയ്തു. ഇതേവരെ ഹോം ഗ്രൗണ്ടിൽ ഒരു ടീമും ലോകകപ്പ് നേടിയിട്ടില്ല. ഒപ്പം തന്നെ ഒരു ടീമും 3 കിരീടങ്ങളും നേടിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ ചരിത്ര നേട്ടമാണ് ഇന്ത്യക്ക്. ഇനി ഒരു മത്സരം മാത്രം അകലെ കാത്തിരിക്കുന്നത്. ആ മത്സരത്തിൽ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് 3ാം കിരീടം കിട്ടും. ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് വന്നാൽ സഞ്ജു സാംസന്റെ തുടർച്ചയായ 2ാം മത്സരത്തിലെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം, അർദ്ധ സെഞ്ചുറി പ്രകടനത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ 7 വിക്കറ്റിന് 253 റൺസ് എടുത്തത്. സഞ്ജു 42 പന്തിൽ 89 റൺസാണ് അടിച്ചത്. ഒപ്പം തന്നെ ശിവൻ ദുബെയും ഇഷാൻ കിഷനും ഒക്കെ തന്നെ പൊരുതിയതോടുകൂടിയാണ് ഇന്ത്യക്ക് വമ്പൻ സ്കോർ ലഭിച്ചത്. പക്ഷേ ബൗളിങ്ങിലേക്ക് വന്നപ്പോൾ സമീപകാലത്ത് ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റ് ഈ മത്സരത്തിൽ തീർത്തും നിറം മങ്ങുന്ന കാഴ്ച കണ്ടു. ജസ്പ്രീത് ബുംറ ഒഴികെ മറ്റാർക്കും തന്നെ ബൗളിംഗ് നിരയിൽ എടുത്തു പറയാനുള്ള ഒരു സ്റ്റാറ്റ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ നമ്പർ 1 ബൗളർ, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ 1ാം നമ്പർ ബൗളറായിട്ടുള്ള വരുൺ ചക്രവർത്തിക്ക് പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഈ മത്സരത്തിൽ കണ്ടത്. 4 ഓവറിൽ 61 റൺസാണ് 64 റൺസാണ് വരുൺ ചക്രവർത്തി വിട്ടുകൊടുത്തത്. ഈ ഇന്ത്യൻ ബൗളേഴ്സിൽ 10 റൺസിൽ ശരാശരി താഴെയുള്ളത് 2 പേർക്കാണ്. ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ 9.5 ആണെന്ന് ഓർക്കണം. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ 8.2. അങ്ങനെ ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ തല്ലുകിട്ടാത്ത ആളുകളില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ജസ്പ്രീത് ബുംറയുടെ ആ പ്രകടനം. ഒപ്പം തന്നെ അക്സർ പട്ടേലിന്റെ 2 ക്യാച്ചുകൾ, ആദ്യം ഓപ്പണറെ പുറത്താൻ ഫിൽഡ് സാൾട്ടിനെ പുറത്താക്കാനുള്ള ആ ക്യാച്ചും, ഒപ്പം തന്നെ ഒരു വലിയ പാർട്ട്ണർഷിപ്പിലേക്ക് ഇംഗ്ലണ്ട് പോയപ്പോൾ വിൽ ജാക്സനെ പുറത്താക്കിയ ആ ക്യാച്ചും. ഒരുപക്ഷെ അക്സർ പട്ടേലിന്റെ കയ്യിൽ നിന്ന് ഈ 2 ക്യാച്ചുകൾ അത് വഴുതിപ്പോയിരുന്നെങ്കിലും മത്സരഫലം മറ്റൊന്നായേനെ. അക്സർ പട്ടേൽ വിൽ ജാക്സനെ പുറത്താക്കാൻ ആ പന്ത് കൈപ്പിടിയിൽ ഒതുക്കുകയും അത് ഒരുപക്ഷെ ബൗണ്ടറി ലൈനിലേക്ക് പോകുന്നത് അത് തടഞ്ഞുകൊണ്ട് ശിവൻ ദുബെക്ക് കൈമാറിയും അങ്ങനെ ഇന്ത്യക്ക് രക്ഷ നേടാൻ സാധിച്ചു. ഈ മത്സരത്തിന്റെ ഒരു 3 താരങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ. ഈ 3 താരങ്ങൾക്കും ടീം ഇന്ത്യ ഇല്ലെങ്കിൽ ആരാധകരൊക്കെ തന്നെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 3 ക്ലച്ച് മൊമെന്റ്സിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് വേണ്ടത് ഒറ്റ ജയം മാത്രം ലോക കിരീടം നിലനിർത്താൻ. രോഹിത് ശർമ്മയും സംഘവും ബാർബഡോസിൽ നേടിയ ആ കിരീടം നിലനിർത്താൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനുമാവുമോ എന്നുള്ള വലിയ ചോദ്യം, അതിന് നമുക്ക് ഞായറാഴ്ച അഹമ്മദാബാദിൽ ഉത്തരം കിട്ടും. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടി വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇംഗ്ലീഷ് പരീക്ഷ നമ്മൾ ഈസിയായി കടന്നു എന്നൊക്കെ പറയുമ്പോഴും വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ള യാതൊരു സംശയവുമില്ല. എന്താണ് വാങ്കഡയിൽ നിന്നുള്ള വിശേഷങ്ങൾ പറയൂ. വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഇപ്പോൾ ആരാധകർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ അത് മറൈൻ ഡ്രൈവിലാണ്. വാങ്കഡയ്ക്ക് പുറത്തുള്ള മറൈൻ ഡ്രൈവിൽ കാണാം. ആവേശം അല തല്ലുന്നു എന്നതല്ലാതെ ഇതിനെ ഒന്നും വിളിക്കാൻ കഴിയില്ല. തിരമാല പോലെ ആരാധകരുടെ ആവേശം ഇങ്ങനെ അല തല്ലുകയാണ് വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്ത്. വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു ഫൈനലിന് വേണ്ടി തുടർച്ചയായും 2ാം ലോകകപ്പിലും ഫൈനൽ കളിക്കാൻ ഇന്ത്യൻ ടീം അഹമ്മദാബാദിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ആരാധകർക്ക് ഒരു വിരുന്ന് നൽകി തന്നെയാണ് ആ യാത്ര പറച്ചിൽ മുംബൈയിൽ നിന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ പോലും ആരാധകർ പ്രതീക്ഷിച്ചത് ഒരു വലിയ സ്കോർ തന്നെയായിരുന്നു. ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാവുകയും ചെയ്തു. സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു മികച്ച പ്രകടനം ഉണ്ടാവുകയും ചെയ്തു എന്നത് മലയാളികൾക്ക് കൂടി എത്രയുണ്ട്. അടിപൊളി, നല്ല കളിയായിരുന്നു. സഞ്ജു നല്ല സ്റ്റാർട്ടിങ് കൊടുത്തു. 250 തകർത്തു, ചാട്ടൻ തകർത്തു. ഏതായാലും 3 റെക്കോർഡുകളെങ്കിലും സഞ്ജു ഇന്ന് നേടി എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന്റെ പ്രത്യേകത. നമുക്കറിയാം, അദ്ദേഹം ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരം എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിനൊപ്പമാണ്. 15ലേറെ സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. നോക്കൌട്ട് സ്റ്റേജിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനോടൊപ്പം എത്തി ഏറ്റവും ഉയർന്ന സ്കോർ 80-ന് മുകളിൽ 2 തവണ ഒരു ലോകകപ്പിൽ T20 ലോകകപ്പിൽ നേടുന്ന താരമെന്നുള്ള റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കുന്നു. അങ്ങനെ സഞ്ജു സാംസന്റെ കൂടി മികവിലാണ് ഇന്ത്യ ഇത്രയും വലിയ സ്കോർ പടുത്തുയർത്തിയതെന്നത് നമുക്ക് നൽകുന്ന സന്തോഷം അത് വലുതാണ്. പക്ഷേ മറുവശത്ത് ഇംഗ്ലണ്ട് വീറോടെ പോരാടി എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
7 റൺസിന്റെ മാത്രം വിജയം ഇന്ത്യക്ക് അവർ അനുവദിച്ചെങ്കിൽ അവരുടെ ബാറ്റിംഗ് നിര എത്രത്തോളം ഇന്ത്യൻ ബോളർമാരെ പ്രേരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ജസ്പ്രീത് ബുംറയുടെ ആ 18ാം ഓവർ ജസ്പ്രീത് ബുംറ എറിയാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ഇന്ത്യൻ ആരാധകരുടെയും മനസ്സിൽ നെഞ്ചിടിച്ചുകൊണ്ടാണ് ആ ഓവറിനെ സമീപിച്ചത്. പക്ഷേ ആ ഓവറാണ് യഥാർത്ഥത്തിൽ അവസാനം ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കുന്നതിൽ നിർണായകമായി മാറിയത്. അതുകൊണ്ട് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം ഈ വിജയത്തിൽ വളരെ നിർണായകമാണ്. ഫൈനലിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തിരുത്താൻ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരുൺ ചക്രവർത്തിയെ പോലെയുള്ള ലോകത്തിലെ 1ാം നമ്പർ ബോളറിൽ നിന്ന് ഇന്ന് ആ തരത്തിൽ അദ്ദേഹത്തിന്റെ റാങ്കിങ്ങിനനുസരിച്ചുള്ള ഒരു പ്രകടനം ഇന്ന് ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ഇന്ത്യ വിജയം, വാങ്കഡയുടെ മണ്ണിൽ വിജയം, ഇന്ത്യയുടെ ഭാഗ്യ ഗ്രൗണ്ടിൽ ഒരു വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. ശരി, വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് തത്സമയം വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.